ഒരു നെല്ലിക്കൽ സ്ഥാപനം കേട്ടിട്ടില്ലേ? നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈ നെല്ലിക്കൽ സ്ഥാപനത്തിന്. അന്ന് തുടങ്ങിയ ബിസിനസ്സാ. ഇന്നിപ്പോ മിന്നു ഗ്രൂപ്പിന്റെ കീഴിലില്ലാത്ത ബിസിനസ്സുകളില്ല. ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ? പക്ഷെ നോക്കിയിട്ട് തന്റെ കാര്യം പോക്കാം. ഇവിടെ നല്ല തുമ്പപ്പൂ പോലെ വെളുത്ത ആളുകൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ. കാരണം എന്താ, ഈ നെല്ലിക്കൽ കുടുംബം രാജവംശത്തിൽ പെട്ടതാണേ. അത് തന്നെ പോലുള്ള നീഗ്രകളുടെ രാജവംശം അല്ല. വെളുത്തിരിക്കണം, ഇല്ലെങ്കിലേ വെളുപ്പിച്ചിരിക്കണം. മിനിമം ഇത്രയെങ്കിലും. ഞാനിങ്ങനെ കുട്ടി പൗഡർ കോളേജിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നോട്ട് ഓൺലി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ആ ഒറ്റ പരിഗണന കൊണ്ടാ എനിക്കിവിടെ ജോലി കിട്ടിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരോട് വർമ്മ സാറിനും മിന്നു മേഡത്തിനും ഭയങ്കര സ്നേഹം. സെക്ഷൻ ആയി പോയി ആ ഫയൽ ഒന്ന് എടുത്തുകൊണ്ടോ. കാക്കത്തമ്പുരാൻ നിന്റെ അപ്പൻ അസുഖാൽക്കാർ സ്നേഹം കൊണ്ടോ ഇങ്ങനെയും വിളിക്കും. ബൈ ദ ബൈ, ഇവിടുത്തെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിനൊരു ഗ്യാരണ്ടിയായി. വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബത്തിലൊരു അംഗമായിട്ട് കൂടെ താമസിക്കുകയും ചെയ്യാം. പിന്നെ എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത രണ്ടുപേരുണ്ട്. അതിലൊരാളാണ് ദാ വരുന്നത്, വർമ്മ സാറിന്റെ അളിയൻ മാധവ വർമ്മ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇംഗ്ലണ്ട് സിദ്ധാബാദ്. ഇതേതാ നിന്നെക്കാൾ വലിയ ബലിക്കാക്ക? ബലിക്കാക്ക സാറിന്റെ അച്ഛൻ. ഡ്രൈവറിന്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞാലും വന്നാണേ. അതാണ് ജനറൽ മാനേജറുടെ മുറി. അങ്ങോട്ട് നടന്നോളൂ, ഞാൻ വന്നേക്കാം. ഓ, ഇനി അവിടെ ഉണ്ടാവും അടുത്ത അവതാരം. വർമ്മ സാറിന്റെ മരുമകൻ മഞ്ജുളകുമാരൻ. May I come in, sir? Yes. ഒന്ന് നിന്ന് എനിക്ക് തല കറങ്ങുന്നു. ആളിറങ്ങാനുണ്ട്. Yes, may I come in? Sir, മുഖത്തേക്ക് നോക്ക്. ഈ ശരീരത്തിന് മുകളിൽ ഒരു തലയും ഉണ്ടായിരുന്നു. അത് ശരി. അതെ, കുട്ടി ഇവിടെ ജോലിക്ക് വന്നാണോ അതോ ക്യാബറ ഡാൻസിന് വന്നാണോ? ലുക്ക്, ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും. എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. കുട്ടിക്കറിയോ, കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ഇമാതിരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോട് കൂടി ഒരു വിസിലിംഗ് വരും. ആ വിസിലിങ്ങിനെയാണ് കുട്ടി സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് സാറ് പറയുകയാണ്, മേലിൽ ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത്. പ്ലീസ് ഗോ ഗെറ്റ് ഔട്ട്. എന്റെ വാൽവ് ഉപ്പിട്ടൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചില്ലേ സാർ? ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ സാർ? സിറ്റ് ഡൗൺ. താങ്ക് യു. പേരെന്താന്ന് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല. എന്താ പറയില്ലേ? പറയും. എങ്കിൽ പറ. ആന്റണീന്നാ. എന്ത് ഗണി? ആന്റണി. ഗുഡ് നൈം, ആന്റി ഗണി. ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാള കിടക്കും കയറോട്. എന്ത് അറിയില്ല? പരമകഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 2 മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്താണ്? പെട്ടെന്ന് പറ. അറിയില്ല? കഷ്ടം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈക്കിൾ വട്ടത്തി ചവിട്ടുമ്പോൾ നീളത്തി പോകുന്നത് എന്തുകൊണ്ട്? അതും അറിയില്ല? ഇരിക്കടോ. പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടി വന്നത്? ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം. ക്വസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. കിക്കിലിക്കും കിളികിൽക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. കറക്റ്റ് ആൻസർ. ഇവനൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മിന്നുമോള് പല പ്രാവശ്യം ഇവനോട് പറഞ്ഞിട്ടുള്ളതാ ഈ കസേര കയറി ഇരിക്കരുതെന്ന്. ഞാനൊന്ന് വിളിക്കട്ടെ? ഞാൻ പറഞ്ഞാൽ അവൾ എത്രത്തൊന്നും പറയില്ല. കാരണം നാളെ അവൾ എന്റെ മകന്റെ ഭാര്യയായിട്ടതാ. അതിനു മുമ്പ് ഞങ്ങൾ ഒളിച്ചോടി. ഹലോ മോളെ, ഒന്നും നടക്കില്ല. ഇവിടെ ഡ്രൈവറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരാള് വന്നിട്ടുണ്ട്. മിടുക്കന. എനിക്ക് അവരുടെ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു. ശരി മോളെ.
എടാ ഇവനെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്റെ പട്ടി പോകും. അങ്ങനെയാണെങ്കിൽ അമ്മാവും കൊണ്ട് പൊക്കോ. ആഹാ, ഞാൻ മിന്നുമ്പോളോട് വിളിച്ചു പറഞ്ഞേക്കാം. അത് വേണ്ട. അതെ, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. എന്താ അത്? ഐ ഡോണ്ട് നോ ടു വറി ഇമ്മീഡിയറ്റ്ലി സല്യൂട്ടിഫിക്കേഷൻ ഇൻ ദ വേ. വാട്ട് മൈ ഫ്രണ്ട്സ്, വാട്ട് മൈ പ്രോബ്ലം? എന്ന് വെച്ചാൽ നീ നന്നായാൽ നിനക്ക് കൊള്ളാന്ന്. വാടോ, ഇവനോട് പറഞ്ഞതാ. വാടോ. ആ കൂടുതൽ ചാരണ്ട, തന്റെ കറുപ്പതിൽ പിടിക്കും. പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ച തനിക്ക് ഇവിടെ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഗിയർ മാറ്റുമ്പം പോലും മിന്നുവിനെ വിളിച്ച് അനുവാദം വാങ്ങിയിരിക്കണം. അത്തരം കാര്യങ്ങളിൽ മിന്നു കർക്കശക്കാരിയാണ്. നോക്കിയോ. ഹലോ മിന്നുമോളെ, മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ? ഫസ്റ്റ് ഗിയറിൽ ഇട്ടോ മഞ്ജുലേട്ടാന്ന്. പാവം, അമ്മായി മരിക്കുമ്പോൾ മിന്നുമോൾക്ക് 12 വയസ്സായിരുന്നു. അന്നാണ് അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. എന്ത് ദുരന്തം, ഐ മീൻ ട്രാജഡി. കളിച്ച് ചിരിച്ച് പ്രണയിച്ച് SMS അയച്ച് ആടിപ്പാടി നടക്കേണ്ട പ്രായത്തിൽ, അതായത് വെറും 12ാമത്തെ വയസ്സ്, പാവ മിന്നുമോള് പെട്ടെന്ന് പ്രായപൂർത്തിയായി. ഐ മീൻ പക്വതയ്ക്ക് അഡിക്റ്റായി പോയി. മിന്നുമോള് തിരക്കിലാണോ? അല്ല, തിരക്കാണേ അമ്മായി പിന്നെ വരാട്ടോ. അമ്മായിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയും. അയ്യോ, പറയാനല്ല, മോക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടാ. ഇതെവിടുന്നാ? അമേരിക്കന്നാ. ഒബാമ കൊടുത്തയച്ചതായിരിക്കും. മിന്നുന്റെ ഒരു തമാശ. ഇത് മോക്ക് തരാൻ വേണ്ടി അമേരിക്കന്ന് എന്റെ മോൻ രാഹുൽ കൊടുത്തയച്ചതാ. അമ്മായി തന്നെ തുറക്ക്. ഞാനോ? ആ, എന്തൊക്കെയാ അതിനകത്തുനിന്ന് കാണാനോ? ഓ അങ്ങനെ. അയ്യോ, ദേ മൊബൈൽ ഫോൺ. കൊള്ളാലോ. അതെ, അവന്റെ ഒരു ഫോട്ടോ മോക്ക് എപ്പോഴും കാണാൻ വേണ്ടി അവൻ കൊടുത്തു വിട്ടതാ. പിന്നെ വേറെ സാധനം കൂടി ഉണ്ട്. ഒരു ലെറ്റർ. ഓ, ലവ് ലെറ്റർ ആണോ? കള്ളനാണവൻ. അമ്മായി തന്നെ വായിക്കും. അയ്യോ, അത് ഞാനാ. വായിക്കാനാ പറഞ്ഞേ. ഇപ്പൊ അങ്ങനെ അത്ര വിളിക്കാറ്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അയ്യോ, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി ഓരോ രാത്രിയും തള്ളി നീക്കുകയാണ്. അയ്യോ പാവം. ഞാൻ എന്നും നിന്റെ ഫോട്ടോയിൽ മുത്തമിടാറുണ്ട്. അയ്യോ വിശ്വാസം. നീ ചിന്തിക്കുന്നുണ്ടാവും നിന്റെ ഫോട്ടോ എങ്ങനെ എനിക്ക് കിട്ടിയെന്ന്. അമ്മ എനിക്ക് രഹസ്യമായിട്ട് അയച്ചു തന്നതാ. ഞാനറിയാതെ എന്റെ ഫോട്ടോ മകൻ എത്തിച്ചു കൊടുക്കാം. മകന്റെ പ്രണയലേഖനങ്ങളെ സമ്മാനങ്ങളെ എനിക്ക് എത്തിച്ചു തരിക. നിങ്ങൾ എന്റെ അമ്മായിയായി പോയി. മിന്നുമോളെ, അത് പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. മിന്നുമോളെ, മഞ്ജുലേട്ടൻ വന്നടി. മിന്നു. എടാ മഞ്ജുള, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, യാതൊരു ലൈസൻസും ഇല്ലാതെ മിന്നു വിളിച്ചോണ്ട് അവിടെ പുറകെ നടക്കരുതെന്ന്. അവളെ ഞങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണ, അതറിയോ? എന്റെ അമ്മാവന്റെ മകളെ പേരെടുത്ത് വിളിക്കാൻ ഞാൻ ഇനി ഈ വീട്ടിൽ ലൈസൻസ് എടുക്കണോ? നീ വിളിച്ചോടാ മോനെ. അതെ, ഇവന് മിന്നുവിനോടൊരു മോഹം ഉണ്ടെങ്കിൽ ഏട്ടൻ മിന്നുവിനെ ഇവന് തന്നെ കെട്ടിച്ചു കൊടുക്കും. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി. ഏതാണ് വാക്ക്? ഞാൻ എഴുതിയെടുക്കട്ടെ. പോടാ കിഴങ്ങ. അമ്മ ഇത് കുഴപ്പമില്ല. എടാ മണ്ട, എന്താ അമ്മേ? നീ മിന്നുവിന്റെ ഭർത്താവായി കാണാനല്ല ഈ അമ്മയുടെ ആഗ്രഹം. പിന്നെ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആവണം. അതാണോ അമ്മയുടെ അന്ത്യാഭിലാഷം? അതെ. എങ്കിലത് നടക്കില്ലമ്മേ. അതെന്താ? ഓഫീസിൽ ഒരു മോണോവർമ്മ, വീട്ടിൽ മോണോവർമ്മയുടെ ഭാര്യ സ്റ്റീരിയോ ചന്ദ്രമതിയാണ്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെ വഴിയാതാരാക്കുമേ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ഇന്ന് ഡ്രൈവറാകാൻ വന്നവൻ മോണോവർമ്മയുടെ ഒത്താശയോടെ പരസ്യമായിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചു. എന്നിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനെ വെറുതെ വിടരുത് മോനെ. ബാല്യക്കാരെ കൊണ്ട് തല്ലിക്കണം. എന്നിട്ട് വേണം എന്റെ പൊലവുളി അടിയന്തരം ഈ വീട്ടിൽ വെച്ച് നടത്താൻ. അതൊന്നും വേണ്ട. അമ്മാവനോടൊന്ന് പറഞ്ഞാ മതി അവനെ ഡ്രൈവറാക്കണ്ടെന്ന്. ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ. കൊള്ളാം. ഇന്റർവ്യൂവിന് വന്ന ദിവസം തന്നെ നീ എന്റെ മരുമകന്റെ അച്ഛനെ വിളിച്ചു. താൻ ഒന്നും പറയണ്ട. ഈ നിൽക്കുന്നത് ആരാണെന്ന് തനിക്കറിയാമോ? എന്റെ ഒരേ ഒരു സഹോദരി. ഇവളുടെ മകനും, അതായത് എന്റെ മരുമകൻ. എടോ, എന്റെ ശാരദ ഭർത്താവിന്റെ കൂടെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ. ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം പിന്നെ എന്റെ ശാരദയ്ക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. അമ്മവാ. അതുകൊണ്ട് എന്റെ പൊന്ന അന്നി,
ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇനി വന്നേ. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അതുകൊണ്ട് ആന്റിനെ ഇവിടുത്തെ ഡ്രൈവറായി നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞാ പോരല്ല. മിന്നുന്റേതാ അവസാന വാക്ക്. അവസാന വാക്ക് മിന്നുന്റേതാ, പക്ഷെ തീരുമാനമെന്നും എന്റെ അമ്മയുടേതാ. മിന്നുമോളെ, ഇവനെ എന്റെ തന്തയ്ക്ക് അറിഞ്ഞു. മഞ്ജുലേട്ടാ, കാറിന്റെ ചാവി എന്റെ കയ്യിലുണ്ട് മോളെ. മോൾക്ക് എവിടെ പോണോന്ന് പറഞ്ഞാ മതി. മഞ്ജുലേട്ടൻ റെഡി. പറഞ്ഞാ കേട്ടില്ലേടെ, ഇറങ്ങി പോടാ. ആ ചാവി അയാളുടെ കയ്യിൽ കൊടുക്കും. പറഞ്ഞേ കേട്ടില്ലടാ. എന്നാടാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ? മാഡം, ഗിയർ മാറട്ടെ? ആന്റണി, ഇവിടെ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആണ്. ഞാൻ അനുവദിക്കുന്ന സമയങ്ങളിൽ മാത്രമേ വീട്ടിൽ പോകാൻ പറ്റൂ. ആന്റണിക്ക് ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി ഭാര്യയും മക്കളെയും കാണാൻ തോന്നുവാണെങ്കിൽ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായിക്കോ. അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഞാൻ വരുന്ന എനിക്ക് തോന്നണല്ലേ. അതെന്താ, നിങ്ങൾക്ക് ഭാര്യയും മക്കളൊന്നുമില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓ,